ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് NMMS എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സയൻസിലെ 24 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ 24 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പറയുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ കണ്ടൻറ്റിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, നെയിം ദ മെറ്റൽ വിച്ച് റിമെയിൻസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ ദ റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ്: മെർക്കുറി, ബ്രോമിൻ, സോഡിയം, മോർ ദാൻ വൺ ഓഫ് ദി എബവ്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? യെസ്, എല്ലാവരും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1 മെർക്കുറി ആണ് അല്ലേ. മെർക്കുറിക്കാണ് മക്കളെ എന്ത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, മെർക്കുറി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. പല എക്സാമുകൾക്കും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെർക്കുറിയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദ മെറ്റൽ ദാറ്റ് റിയാക്ട് വയലൻ്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. തണുത്ത ജലവുമായിട്ട് ഏറ്റവും കൂടുതൽ രാസപ്രവർത്തനം നടത്തുന്ന മെറ്റലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബീക്കറിൽ ഞാൻ കോൾഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ കോൾഡ് വാട്ടറിൽ പെട്ടെന്ന് തന്നെ ആരാണ് രാസപ്രവർത്തനം നടത്തുക? അതാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം: ഗോൾഡ്, സിൽവർ, കോപ്പർ, സോഡിയം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ് അല്ലേ. ഓപ്ഷൻ നമ്പർ 4 സോഡിയം ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. നിങ്ങൾക്കറിയാം സോഡിയം അത്രയും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്. സോഡിയത്തിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് കെറോസിനിലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഡിയത്തിനെ സൂക്ഷിച്ചു വെക്കുന്നത് കെറോസിനിലാണ്. അതുപോലെ സോഡിയത്തിൻ്റെ സിമ്പല് Na ആണ്. അത് വന്നിട്ടുള്ള ലാറ്റിൻ നെയിം നാട്രിയം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് സോഡിയം എന്ന ആ ഒരു സിമ്പല്, Na എന്ന സിമ്പല് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. Na ആണ് സിമ്പല്. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്രിയാണ്, വിച്ച് ഈസ് ദ ലാറ്റിൻ നെയിം, ആൻഡ് ഇറ്റ് ഈസ് ദി സോഡിയം ഈസ് സ്റ്റോർഡ് ഇൻ കെറോസിൻ ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. വളരെ റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് അലോയ്. അലോയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് പൊക്കോ. കാരണം എല്ലാ വർഷവും അലോയ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പല പ്രീവിയസ് ഇയർ പേപ്പറുകളിലും കണ്ടിട്ടുണ്ടാവും. ബ്രോൺസ്, അതുപോലെ ബ്രാസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ കമ്പോണൻറ്റുകൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് അലോയ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഓക്കെ, സോ അലോയ്സിനെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോട്ട് കറക്റ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഹാർഡർ ദാൻ മെറ്റൽസ്. മെറ്റൽസിനേക്കാൾ ഹാർഡർ ആണ് അലോയ്സ്. അത് വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മെറ്റൽസിനേക്കാൾ ഹാർഡർ ആണ് അലോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ: ദ ആർ കൊറോഷൻ റെസിസ്റ്റൻറ്റ്. പെട്ടെന്ന് നശിക്കില്ല. അതും കറക്റ്റാണ്. കാരണം അലോയ്സ് ഒന്നും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് നശിച്ചു പോയില്ല. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ മെറ്റൽസ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം മെറ്റൽസിനാണ് എന്ത് കൂടുതൽ? ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും കൂടുതൽ. മക്കളെ ശ്രദ്ധിച്ച് വെച്ചോ, മെറ്റൽസിനാണ് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇവിടെ അവർ പറയുന്നു അലോയ്സിനാണ് കൂടുതലെന്ന്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ലേ? യെസ്, ഇവിടെ അവർക്ക് എവിടെയാണ് തെറ്റിയത്? ഹയർ അല്ല, ലോവർ ആണ് വരേണ്ടിയിരുന്നത്. മെറ്റൽസിനേക്കാൾ ലോവർ ആണ് എന്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്? അലോയ്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. റെഡി? ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ മോർ ഡക്റ്റൈൽ ദാൻ മെറ്റൽസ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇവിടെ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 3 ദേ ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ മെറ്റൽസ് എന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: പ്യുവർ ഗോൾഡ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. 14 ക്യാരറ്റ്, 24 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്. എല്ലാവരും കറക്റ്റാക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ? യെസ്, 24 ക്യാരറ്റ് ആണ് അല്ലേ. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 24 ക്യാരറ്റ് ആണ് ഒരു പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അലോയ്. അലോയ് എന്ന ടോപ്പിക്ക് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ നോട്ട് ആൻ അലോയിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അലോയ് അല്ലാത്തത് ഏതാണ്? സോൾഡർ എന്ന് പറയുന്നത് അലോയ് ആണ്. സിൽവർ എന്ന് പറയുന്നത് അലോയ് അല്ല, അതൊരു
എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ബ്രോൺസ് അതൊരു അലോയാണ്. ബ്രാസ് ഒരു അലോയാണ്. നിങ്ങളുടെ ക്ലാസ് 8 ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഒരു ബോക്സ് ഉണ്ട്, ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ബ്രാസിൻ്റെയോ ബ്രോൺസിൻ്റെയോ ഒക്കെ എഴുതിയിട്ടുള്ളത് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിൽ ഒരുപാടധികം അതിൻ്റെ കമ്പോണൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. പ്രീവിയസ് ഇയർ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. ഈ വർഷവും അതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. റെഡി? അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2, സിൽവർ ആണ് കേട്ടോ. സിൽവർ എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹിൻഡ് കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. സ്റ്റീൽ എന്ന് പറയുന്ന അലോയ് യൂസ് ചെയ്തിട്ട് അതിലെന്തൊക്കെയുണ്ട്? കമ്പോസിഷൻ Fe, അതായത് Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേൺ ആണ് കേട്ടോ. അയേൺ അതുപോലെ ഈ പറഞ്ഞ കാർബണും ഉണ്ട്, അയേണും കാർബണും ഉണ്ട്. അതുപോലെ കുപ്രോനിക്കൽ, അതിൻ്റെ ആവശ്യമില്ല. ബ്രാസും ബ്രോൺസും സോൾഡറും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ബ്രാസിൻ്റെ കമ്പോണൻറ്റ് കോപ്പറും അതുപോലെ സിങ്കും ആണ്. ബ്രോൺസിൻ്റെ കമ്പോണൻറ്റ് കോപ്പറും അതുപോലെ ടിന്നും ആണ്. സോൾഡറിൻ്റെ കമ്പോണൻറ്റ് ലെഡ്, Pb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡാണ്, Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ അവസാനത്തെ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. സ്റ്റീലിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. രണ്ടാമത്തത് നമുക്ക് വേണ്ട. ഓക്കെ, അത് കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ച കാര്യമാണ്. മെറ്റൽസിന് എന്ത് കൂടുതലാണ്? മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. യെസ്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അതും ശരിയായിട്ടുള്ള ആൻസറാ. യെസ്, മെറ്റലുകൾക്ക് എന്ത് കൂടുതലാണ്? ഹീറ്റിംഗ് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. ഹീറ്റ് കടത്തിവിടാനുള്ള കഴിവുണ്ട്. ഇനി അടുത്തത് ലെഡ് ആൻഡ് മെർക്കുറി ആർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ബെസ്റ്റ് അല്ല, ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. ഹീറ്റിനെ പെട്ടെന്ന് കടത്തിവിടില്ല. ലെഡും മെർക്കുറിയും ഒന്നും ഹീറ്റിനെ പെട്ടെന്ന് കടത്തിവിടില്ല. സോ ദേ ആർ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ കേട്ടോ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3. ലെഡ് ആൻഡ് മെർക്കുറി ആർ ബെസ്റ്റ് അല്ല, ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. റെഡി? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. ദാറ്റ് ഈസ് പ്യുവർ മെറ്റൽസ് ഹാവ് എ ഷൈനിങ് സർഫസ്. അല്ലേ, ഷൈനിങ് സർഫസ് ഉണ്ട്. ആ ഒരു സർഫസ് കാണിക്കുന്നതിനാണ് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞു. പ്യുവർ മെറ്റൽസിന് എന്തുണ്ട്? ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഷൈനിങ് പ്രോപ്പർട്ടിയെ പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ എന്നാണ്. അതുപോലെ മെറ്റൽസിന് എന്തിനുള്ള കഴിവുണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെ സൊണോറിറ്റി എന്ന് അവർ പറയും. ഓക്കെ, സൊണോറിറ്റി എന്ന് പറയും. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏതാണ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ? യെസ്, ഏതാണ്? ഗോൾഡ്. എല്ലാവരും പറഞ്ഞു ഗോൾഡ്. യെസ്, ഗോൾഡിനാണ് എന്ത് കൂടുതൽ? ഡക്റ്റിലിറ്റി. നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിഞ്ഞുകൂടാ. ഗോൾഡിന് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ പീസ് കിട്ടിയാൽ പോലും ഗോൾഡിനെ വലിയ 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 മാലയോ കമ്മലോ ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. റെഡി? അപ്പോൾ ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ആണ് കേട്ടോ, ഗോൾഡ്. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബിക്കോസ്. മെറ്റൽസിന് ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവ് കൂടുതലാണ്. ദേ ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബിക്കോസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ നമുക്ക് നോക്കാം. ദേ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. അതാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്ന ആൻസർ, ഫ്രീ ഇലക്ട്രോൺസ്. ഈ മെറ്റൽസിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളാണ് മക്കളെ എന്തിനെ കടത്തിവിടാൻ സഹായിക്കുന്നത്? ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ വേണ്ടി സഹായിക്കുന്നത്. നിങ്ങൾ 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് ദീസ് എന്ന ഓപ്ഷനാണ്. പലരും ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് ചാടിപ്പോയി ബബിൾ ചെയ്യാനായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മെറ്റൽസ് ഗുഡ് കണ്ടക്ടർ ആവാൻ കാരണം മെറ്റൽസിൽ എന്ത് പ്രസൻ്റ് ആണ്? ഫ്രീ ഇലക്ട്രോണുകൾ പ്രസൻ്റ് ആണ്. ദേ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. അതാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1. ദേ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. റെഡി? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹോമോജീനസ് മിക്സ്ചർ? ഹോമോജീനസ് മിക്സ്ചർ നിങ്ങൾക്കറിയാം, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹോമോജീനസ് മിക്സ്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്റ്റാർച്ച് സൊല്യൂഷൻ, ബട്ടർ മിൽക്ക് ഇൻ വാട്ടർ, സീവേജ് വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ. യെസ്, എല്ലാവരും പറഞ്ഞു. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4, ഷുഗർ ഇൻ വാട്ടർ. വെരി ഗുഡ്, ഷുഗർ ഇൻ വാട്ടർ. ഷുഗർ ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷുഗറിൻ്റെ കോമ്പോസിഷൻ നിങ്ങൾക്കറിയാം. ഷുഗറിൻ്റെ കോമ്പോസിഷൻ എപ്പോഴും സെയിം കോമ്പോസിഷൻ ആയിരിക്കും അല്ലേ? എപ്പോഴും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, സെയിം കോമ്പോസിഷൻ ആണെങ്കിൽ അവിടെ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയും. ദാറ്റ് ഈസ് ഹോമോജീനസ് മിക്സ്ചറിൻ്റെ എക്സാമ്പിൾസും ഹെട്രോജീനസിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സൊല്യൂഷൻ ഓഫ് മെർക്കുറി വിത്ത് അതർ മെറ്റൽ ഈസ് കോൾഡ്. അതായത് മെർക്കുറിയുടെ സൊല്യൂഷൻ, അതായത് മറ്റ് മെറ്റൽസുമായിട്ടുള്ള മെർക്കുറിയുടെ സൊല്യൂഷനെ നമ്മൾ പറയുക അമാൽഗം എന്നാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ സാധ്യത കുറവാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മെർക്കുറി മറ്റ് മെറ്റൽസുമായിട്ട് ഉണ്ടാക്കുന്ന സൊല്യൂഷനെ നമ്മൾ പറയുന്നത് അമാൽഗം എന്നാണ് കേട്ടോ. അമാൽഗം. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് മെർക്കുറി മറ്റ് മെറ്റൽസുമായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും അമാൽഗം എന്ന് പറയും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീഫോറസ്റ്റേഷൻ കോസസ് എ റിഡക്ഷൻ ഇൻ വാട്ട്? ഡീഫോറസ്റ്റേഷൻ നിങ്ങൾക്കറിയാം. ഡീഫോറസ്റ്റേഷൻ അല്ലേ? മരങ്ങളൊക്കെ മുറിച്ച് അങ്ങനെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് നഗരപ്രദേശങ്ങളൊക്കെ ആക്കി മാറ്റുന്നതിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ കോസസ് എ റിഡക്ഷൻ ഇൻ വാട്ട്? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. യെസ്, ഏതാണ്? റെയിൻ ആണ് അല്ലേ? റെയിൻ. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1, റെയിൻ ആണ് കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം മരങ്ങൾ വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? റെയിൻ പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഡീഫോറസ്റ്റേഷൻ കോസസ് എ റിഡക്ഷൻ ഇൻ റെയിൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? ഏറ്റവും ചെറിയ ബോൺ. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ 2 തവണയോ 3 തവണയോ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനാണ് സ്മോളസ്റ്റ് ബോണിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ബോണിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് ബോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്മോളസ്റ്റ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ദാറ്റ് ഈസ് ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പീസ് ആണ് അല്ലേ? ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പീസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3, സ്റ്റേപ്പീസ് ആണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പീസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈബോസോം. റൈബോസോം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ സിന്തസിസിന് വേണ്ടിയിട്ടാണ് റൈബോസോം ഉള്ളത്. പ്രധാനമായിട്ടും പ്രോട്ടീനിൻ്റെ സിന്തസിസ്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1, പ്രോട്ടീൻ സിന്തസിസ്. ഓപ്ഷൻ നമ്പർ 1, പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്. ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റൈബോസോമുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റിൽ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് 4 ഓപ്ഷൻസും നമുക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പല കുട്ടികളും വായിക്കാൻ തന്നെ ഒരുപാടധികം സമയമെടുക്കും. ഓക്കെ, പല ഓപ്ഷനുകളും നിങ്ങൾ ശരിയാണോ, 1 ഈസ് കറക്റ്റ്, 1 and 2 ആർ കറക്റ്റ്, 1 and 3 ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്, ഇങ്ങനെ വരുമ്പോഴാണ് പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഓപ്ഷൻ മാത്രം വായിച്ചിരിക്കരുത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? പ്ലാന്റ്സ് കൺവേർട്ട് എനർജി ഫ്രം ദ സൺലൈറ്റ് ഇൻ ടു ഫുഡ് സ്റ്റോർഡ് ആസ് കാർബോഹൈഡ്രേറ്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? യെസ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ലൈറ്റ് എനർജി കിട്ടിയിട്ട് അതിനെ ഫുഡാക്കും. ഈ ഫുഡിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി അടുത്ത്, പ്ലാന്റ്സിന് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. യെസ്, ഉറപ്പായിട്ടും ക്ലോറോഫിൽ ഉണ്ട്. കാരണം ഫോട്ടോസിന്തസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പിഗ്മെൻറ്റ് വേണം. ക്ലോറോഫിൽ ഉണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത്, പ്ലാന്റ് സെൽസ് ഡു നോട്ട് ഹാവ് സെൽ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം സെൽ വാളുകൾ ആർക്ക് ഉണ്ട്? പ്ലാന്റ്സിന് ഉണ്ട്. പ്ലാന്റ്സിന് സെൽ വാളുകൾ ഉണ്ട്. ദാറ്റ് ഈസ് റോങ് ഓപ്ഷൻ. അവർ പറയുന്നു സെൽ വാളുകൾ ഇല്ല എന്ന്. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ ഓപ്ഷൻ നമ്പർ 1ഉം ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1ഉം ഓപ്ഷൻ നമ്പർ 2ഉം കറക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഓൺലി 1 and 2 ആർ കറക്റ്റ്. ഓൺലി 1 and 2 ആർ കറക്റ്റ്. ഇനി ഏതാണ് മക്കളെ? പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്. സെൽ വാൾ ഉണ്ട്. ആനിമൽ സെല്ലിന് എന്തില്ല?
ആനിമൽ സെല്ലിനാണ് സെൽ വോൾ ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ പ്ലാന്റ് സെല്ലിൻ്റെ പകരം ആനിമൽ സെല്ലാക്കിയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയേനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്വാട്ടിക് ആനിമൽസ് ഡസ് നോട്ട് ഹാവ് ഗിൽസ്? ഗിൽസ് ഇല്ലാത്ത അക്വാട്ടിക് ആനിമലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒക്ടോപ്പസ്, സ്ക്വിഡ്, ക്ലൗൺ ഫിഷ്, വെയിൽ. ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 വെയിലാണ് കേട്ടോ. വെയിലിന് എന്തില്ല? ഈ പറഞ്ഞ ഗിൽസ് പ്രസൻറ്റ് അല്ല. ഗിൽസ് ഇല്ലാത്ത ഒരു ഫിഷാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അക്വാട്ടിക് ആനിമൽ ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഗിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിങ്? ബ്ലഡ് ക്ലോട്ടിങ് രക്തം കട്ട പിടിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റാമിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, ഫോളിക് ആസിഡ്. മക്കളെ രക്തം കട്ട പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കുക എന്ന് ആലോചിച്ച് വയ്ക്കുക. വിറ്റാമിൻ കട്ട പിടിക്കുക, വിറ്റാമിൻ കെ എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് വയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 വിറ്റാമിൻ കെ. അപ്പോൾ മക്കളെ രക്തം കട്ട പിടിക്കുക, അതായത് ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 വിറ്റാമിൻ കെ. മനസ്സിലായോ പറഞ്ഞു തന്നത്? യെസ്, രക്തം കട്ട പിടിക്കുക, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കുക, രക്തം കട്ട പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ കെ ആണ് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. റൈറ്റ്. യെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൽ വോൾ ഓഫ് ദ പ്ലാന്റ് മെയ്ഡ് ഓഫ്? പ്ലാന്റ്സിൻ്റെ സെൽ വോള് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? സെല്ലുലോസ് അല്ലേ കറക്റ്റായിട്ട് വരുന്ന ആൻസർ? യെസ്, സെല്ലുലോസ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ സെൽ വോള് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിത് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്കറിയാമല്ലേ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഓരോരോ ക്വസ്റ്റ്യൻസും പഠിച്ചു പോകണം, സമയം കളയാൻ പാടില്ല. റെഡി. ഇനി ദ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഹിയറിംഗ് ഓഫ് എൻ ആവറേജ് ഹ്യൂമൻ ബീയിങ് ഈസ് ഫ്രം എബൌട്ട്. നിങ്ങൾക്കറിയാം ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 Hz to 20,000 Hz ആണ് എന്ത്? യെസ്, ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ റേഞ്ച്. 20 തുടങ്ങി 20,000 വരെ, 20 തുടങ്ങി 20,000 വരെ, എത്ര തുടങ്ങി എത്ര വരെ? 20 തുടങ്ങി 20,000 വരെ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ 20 Hz to 2,000 അല്ല, തെറ്റാ. ഇനി 0 to 20 തെറ്റാ. ഇനി 20 Hz to 20K. 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000. ഓക്കെ, 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 20,000. അപ്പോൾ 20 മുതൽ 20,000 ഹെർട്സ് വരെ കിട്ടുന്നതിനെയാണ് എന്ത് പറയുക? യെസ്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് അല്ലേ? ഓപ്ഷൻ നമ്പർ 3 20 Hz to 20,000 Hz. 20 Hz to 20,000 Hz. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോണം. NMMS എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, സൗണ്ട് എന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഓക്കെ. സോ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പാർട്ട് 3 ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് 3 ടെക്സ്റ്റ് ബുക്കിനകത്ത് സൗണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതും എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. റൈറ്റ്. യെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കിലോ വാട്ട് അവർ ഈസ് എ യൂണിറ്റ് ഓഫ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എനർജി, ഫോഴ്സ്, പവർ, മൊമെൻറ്റം. ഏതാണെടാ കറക്റ്റായിട്ട് വരുന്ന ആൻസർ? യെസ്, ഓപ്ഷൻ നമ്പർ 1 എനർജി ആണ് കേട്ടോ. എനർജിയുടെ യൂണിറ്റ് ആണ് എന്ത്? യെസ്, കിലോ വാട്ട് അവർ. അതുപോലെ തന്നെ ജൂള് എന്നൊക്കെ പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. അതുപോലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഒരു ഹോഴ്സ് പവർ, 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണ്? അത് 746 വാട്ടാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാം. 1 HP, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ് കേട്ടോ. 746 വാട്ട്. റൈറ്റ്. യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്സ് ഓഫ് വേവ്സ് ആർ ലൈറ്റ് വേവ്? ലൈറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ് കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ് പഠിച്ചു വെച്ചോണം. ലൈറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എനിക്കറിയാം നിങ്ങൾ 9ലാണ് ഇത് മെയിനായിട്ടും പഠിക്കുന്നത്, 9ാം ക്ലാസ്സിലാണ് മെയിനായിട്ടും പഠിക്കുന്നത്. അതുപോലെ തന്നെ വേവ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. പക്ഷേ NMMSന് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവുകളാണ് കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ്.
റൈറ്റ്? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റ് വിച്ച് പോയിന്റ് ഓഫ് ദ എർത്ത് ഈസ് ദർ നോ ഗ്രാവിറ്റി? എവിടെയാണ് ഗ്രാവിറ്റി ഇല്ലാത്തത്? ഭൂമിയിൽ എവിടെയാണ് ഗ്രാവിറ്റി ഇല്ലാത്തത്? അറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അത് തെറ്റാ. നോർത്ത് പോളിലും സൗത്ത് പോളിലൊക്കെ ഗ്രാവിറ്റി ഇല്ലേടാ? യെസ് ഉണ്ട്. ഇനി അറ്റ് ഇക്വേറ്റർ, അവിടെയും ഗ്രാവിറ്റി ഉണ്ട്. ഓൺ ദ ഓഷ്യൻ സർഫസ്, അവിടെയും ഗ്രാവിറ്റി ഇല്ലേ? ഓഷ്യനിൽ ഒരു സാധനം മുകളിൽ നിന്ന് താഴേക്ക് വീഴില്ലേ? വീഴും, അവിടെ ഗ്രാവിറ്റി ഉണ്ട്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ സെൻറ്ററിൽ എന്തില്ല? യെസ്, ഗ്രാവിറ്റി ഇല്ല. എർത്തിൻ്റെ സെൻറ്ററിൽ ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് പോകും തോറും നമ്മുടെ വെയിറ്റ് എന്തായിട്ട് വരും? യെസ്, 0 ആയിട്ട് വരും. അതായത് നിന്നെ പിടിച്ചിട്ട് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിന്റെ വെയിറ്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായ മക്കളെ? യെസ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. സെൻറ്റർ ഓഫ് ദ എർത്ത്. കാരണം സെൻറ്റർ ഓഫ് എർത്തിൽ എന്തില്ല? ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ നിന്റെ വെയിറ്റ് എന്തായിട്ട് കണക്കാക്കും? 0 ആയിട്ട് നമ്മൾ കണക്കാക്കും. റൈറ്റ്? യെസ്. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നിങ്ങൾക്കറിയാം. യെസ്, ഈ പറഞ്ഞ റേസിൽ വിസിബിൾ റേ, ഗാമ റേ, ഇൻഫ്രാറെഡ് റേ, എക്സ് റേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആൻസർ എന്താണ്? ഗാമ റേ ആണ് കേട്ടോ. ഗാമ റേ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാമ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഹാസ് ദ ഷോർട്ടർ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറവായിരിക്കും കേട്ടോ. വേവ് ലെങ്ത് വളരെയധികം കുറവായിരിക്കും. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ഒരു പക്ഷേ കൺഫ്യൂഷൻ ആക്കിയേക്കാം. പലർക്കും തെറ്റാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്യാത്ത ഡിവൈസാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഹീറ്റർ. യെസ്, ഉറപ്പായിട്ടും ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. യെസ്, ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഇലക്ട്രിക് ബൾബ് ഉണ്ടോ ഹീറ്റിംഗ് എഫക്റ്റ്? യെസ്, ഉറപ്പായിട്ടുണ്ട് അല്ലേ? കാരണം ബൾബ് ചൂടാവുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഇലക്ട്രിക് അയേൺ ഉണ്ടോ ഹീറ്റിംഗ് എഫക്റ്റ്? യെസ്, ഉണ്ട്. ഇലക്ട്രിക് അയേണിന് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. മൈക്രോവേവ് ഓവൻ, അതുപോലെ മൈക്രോവേവ് എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ട്? ഹീറ്റിംഗ് എഫക്റ്റ് ഇല്ല. യെസ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഹീറ്റിംഗ് എഫക്റ്റ് ഇല്ല. മക്കളെ, ഇവിടെ മൈക്രോവേവ് ഓവനകത്ത് മൈക്രോവേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? മൈക്രോവേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തില്ല? ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4 മൈക്രോവേവ് ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. മൈക്രോവേവിനകത്ത് എന്തില്ല? ഹീറ്റിംഗ് എഫക്റ്റ് ഇല്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്നത് മൈക്രോവേവുകളാണ്. എന്താണ് ഉപയോഗിക്കുന്നത്? മൈക്രോവേവുകൾ. റൈറ്റ്? യെസ്. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാക്റ്റിക് ആസിഡ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ? നിങ്ങൾക്കറിയാം ലാക്റ്റിക് ആസിഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, മിൽക്ക് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? മിൽക്ക് പ്രോഡക്റ്റുകൾ. അപ്പോൾ മിൽക്ക് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിനെഗർ അല്ല, ലെമൺ അല്ല, കേർഡ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 3 കേർഡ് ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. കേർഡ് എന്ന് പറയുന്നതാണ് ലാക്റ്റിക് ആസിഡ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി വിനെഗറിൽ ഞാൻ ചോദിക്കട്ടെ, വിനെഗറിൽ ഏത് ആസിഡാണ്? യെസ്, നിങ്ങൾക്കറിയാം അസറ്റിക് ആസിഡ് ആണ് അല്ലേ? അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ്. ലെമണിലോ? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കെമിക്കൽ നെയിം ഓഫ് വാഷിംഗ് സോഡ ഈസ്? വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ? നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഏതാണെടാ? യെസ്, സോഡിയം. എല്ലാത്തിലും സോഡിയം ആണ്. അപ്പോൾ സോഡിയം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണോ സോഡിയം കാർബണേറ്റ് ആണോ? യെസ്, സോഡിയം കാർബണേറ്റ്. സോ ഓപ്ഷൻ നമ്പർ 3 സോഡിയം കാർബണേറ്റ് ആണ് മക്കളെ എന്ത്? വാഷിംഗ് സോഡ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ നെയിം. അപ്പോൾ പഠിച്ചു വയ്ക്കുക. വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഉപ്പാണ് കേട്ടോ. NaCl എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ ടേബിൾ സോൾട്ടിനെയാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുക. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആസിഡുകളുടെ ഒരു ഹിൻ്റാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. ആസിഡുകളുടെ ഹിൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. പഠിച്ചിട്ട് NMMS എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇനി ഡൗട്ടുള്ളൊരു ടോപ്പിക്കും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. സോ എന്ത് ചെയ്യുക? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് NMMS എക്സാമിന് അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. ഈ OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. കാരണം എക്സാം ഹോളിൽ എത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ വേണ്ടി പാടില്ല. OMR ഷീറ്റ് അറിയില്ല, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് ആ ഒരു പേപ്പർ അവസാനം എങ്ങനെയാണ് കൊടുക്കേണ്ടത്,
അതുപോലെ തന്നെ കോപ്പി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.